ഷഫീദ് ഒരു വാർത്ത കൂടി നൽകുന്നുണ്ട്. നദിക്കടിയിൽ ട്രക്ക് തന്നെയെന്ന് സ്ഥിരീകരണം എന്ന വാർത്ത. ട്രക്ക് അർജുന്റേത് തന്നെ എന്ന് കൂടി പറയുന്നു. പ്രതികരണത്തിലേക്ക്. And we are reconfirming with the drone. Okay. Once it is reconfirmed with drone, we will see that it will be intact. Okay. And we will give the updates, whatever updates we are getting, we will clearly mention you people. Nothing hiding. Okay. Thank you. Okay, na. കറവാർ എംഎൽഎയുടെ പ്രതികരണമാണ് ഒരിക്കൽ കൂടി. അദ്ദേഹം കൃത്യമായി തന്നെ വിവരങ്ങൾ കൈമാറാമെന്ന് പറയുന്നുണ്ട്. എസ് ശ്രീകാന്തും ഒപ്പം ഹാഷ്മി താജ് ഇബ്രാഹിമും അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഇപ്പോൾ ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, നദിക്കടിയിൽ ട്രക്ക് തന്നെ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നു എന്നുള്ളതാണ്. ഇത് എസ് ശ്രീകാന്ത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ കൂടി അറിയിക്കുന്നുണ്ട് എംഎൽഎ ശ്രീകാന്ത്? നിലവിലിപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഡ്രോൺ ഉപയോഗിച്ച് ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തലുകൾ എന്തൊക്കെ എന്നുള്ളത് ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ, അക്കാര്യത്തിൽ ഒരു കൃത്യമായി പറയാൻ സാധിക്കുന്ന സാഹചര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒന്നും ഒളിച്ചു വെക്കില്ല. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തും, മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. ഇതിനിടെ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്, ഈ കണ്ടെത്തിയ ഈ ലോഹ സാന്നിധ്യം എന്ന് പറഞ്ഞത് ട്രക്ക് തന്നെ എന്ന രീതിയിലൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് അർജുന്റെ ട്രക്ക് തന്നെ എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത്. റെസ്ക്യൂ സംഘം അത് സ്ഥിരീകരിച്ചു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഈ റെസ്ക്യൂ സംഘം, ഈ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയ സംഘം ആ കിട്ടിയ വിവരങ്ങൾ ഉപയോഗിച്ച് അത് ഡീകോഡ് ചെയ്തെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ലോഹ സാന്നിധ്യമുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവർ പറയുന്ന കാര്യം, അത് അർജുന്റെ ട്രക്ക് തന്നെ എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല, വൈകാതെ അതുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാർവാർ എംഎൽഎ പറയുക കൂടി ചെയ്തിരിക്കുന്നു, ചില കണ്ടെത്തലുകളൊക്കെ നടന്നിട്ടുണ്ട്, ഒന്നും തന്നെ മറച്ചു വെക്കാനില്ല. വൈകിട്ട് 6 മണിയോടുകൂടി ഈ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരും എന്ന് അദ്ദേഹം കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ കണ്ടെത്തിയത്, ഈ ലോഹ സാന്നിധ്യം എന്ന് പറഞ്ഞത് അർജുന്റെ ട്രക്ക് തന്നെ എന്ന രീതിയിൽ വിവരങ്ങൾ പുറത്തു വരുന്നു, വാർത്ത പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ അതൊരു വലിയ കണ്ടെത്തലാണ്, അതൊരു വലിയ ബ്രേക്ക് ത്രൂ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി അത് ട്രക്ക് തന്നെയെങ്കിൽ ഈ പറയുന്ന റെസ്ക്യൂ ടീമിന്റെ വിവരം കൃത്യമായി സോളിഡ് വിവരമാണ് എങ്കിൽ ഇനി അറിയേണ്ടത് നേവിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ഈ ട്രക്കിനുള്ളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണം. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നേവിയുടെ രക്ഷാപ്രവർത്തനം ഇനി എങ്ങനെയായിരിക്കും? ഈ ഡൈവർമാർ, നേവിയുടെ ഡൈവർമാർ നദിക്കടിയിലേക്ക് ഡൈവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണോ നിലവിലുള്ളത് എന്നുള്ള കാര്യം കൂടി ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം ഇപ്രകാരമാണ്: ഈ ലോഹ സാന്നിധ്യം കണ്ടെത്തി, അത് ട്രക്ക് തന്നെ എന്ന് പറയുന്നു, അത് അർജുന്റെ ട്രക്ക് തന്നെ എന്ന് പറയുന്നു. റെസ്ക്യൂ സംഘം അത് സ്ഥിരീകരിച്ചതായും ചില വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നദിക്കടിയിൽ ട്രക്ക് കണ്ടെത്തി അത് അർജുന്റേത് തന്നെ എന്ന് റെസ്ക്യൂ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇതൊപ്പം തന്നെ തടി കണ്ടെത്തിയത് അല്പസമയം മുൻപാണ് ആ വിവരം പുറത്തു വന്നത്. ഇന്നലെയാണ് തടി കണ്ടെത്തിയത്. PA1 എന്ന് മാർക്ക് ചെയ്ത തടി അത് തിരിച്ചറിയുകയും ചെയ്തു. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, നിർണായക വിവരം, ട്രക്ക് അർജുന്റേതാണ് നദിക്കടിയിൽ നിന്ന് കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തർ അതിന്റെ വിശദാംശങ്ങളായി. ഷഫീദ്, ഇപ്പോൾ ഈ ട്രക്ക് അർജുന്റേത് തന്നെ എന്ന് സ്ഥിരീകരിക്കുന്നു റെസ്ക്യൂ സംഘം, അല്ലേ? അനുജ, ഉറപ്പായിട്ടും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഇന്നലെ വൈകുന്നേരം അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ വന്നെങ്കിലും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് നദിക്കടിയിലുള്ളത് അതൊരു ട്രക്ക് തന്നെയാണ്. നേരത്തെ ഒരു ട്രക്കിന്റെ രൂപം സമാനമായ രീതിയിൽ ഒരു മെറ്റൽ സാന്നിധ്യം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അത് ട്രക്ക് തന്നെയാണ് എന്ന് റെസ്ക്യൂ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ പരിശോധനകൾ, പ്രത്യേകിച്ച് റഡാർ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിരീകരണം കൂടി ഇതേപോലെ ദൗത്യസംഘത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ആ ട്രക്ക് അർജുന്റെ തന്നെ എന്നുള്ള സ്ഥിരീകരണവും നമുക്കിപ്പോൾ നടത്താൻ കഴിയും. കാരണം ഇന്നലെ നമ്മൾ കാർവാർ എസ്പിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റ് ട്രക്കുകളൊന്നും ഇവിടെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ കടക്കുന്നു എന്നുള്ളതും ഒരു നിർണായക വിവരം. ആ ട്രക്ക് ഈ നദിക്കടിയിലെ ചെളിയിൽ പൂണ്ട് കിടക്കുന്നത് അർജുന്റെ ട്രക്ക് തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണം അത് ഔദ്യോഗികമായി ഇപ്പോൾ ദൗത്യസംഘം നടത്തുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമുക്ക് പറയാൻ കഴിയും. അപ്പോഴും അനുജ, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പരിശോധനകൾ ക്യാബിനിലേക്ക് എത്തണം, ആ ക്യാബിന്റെ ഭാഗത്തേക്ക് എത്തണം. അവിടെ അർജുനുണ്ടോ, നമ്മുടെ പ്രിയപ്പെട്ട അർജുനുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം എന്നുള്ളതാണ്. അതിൽ ഇപ്പോഴും ഡ്രോൺ പരിശോധനകൾ നടക്കുകയാണ്. പുതിയ സിഗ്നലുകൾ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രബാലൻ സാർ പറഞ്ഞതുപോലെ തന്നെ
വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ഘട്ടം എന്താണെന്ന് നിശ്ചയിക്കാൻ കഴിയും. ഏറ്റവും ഒടുവിൽ ഇവർ നടത്തിയ പരിശോധനയിൽ 3 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെങ്കിലും ഈ ക്യാബിൻ എവിടെ എന്ന തരത്തിലേക്ക് സിഗ്നലുകൾ കിട്ടിയിരുന്നില്ല. ഇത് തലകീഴായി മറിഞ്ഞു എന്നുള്ളത് ഇന്നലെ റഡാർ പരിശോധനയിലും സോണാർ പരിശോധനയിലും ഒക്കെ വ്യക്തമായതാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ അത് കിടക്കുന്നു, എവിടെയാണ് അത് ഉള്ളത് എന്നുള്ള കാര്യം ഇതുവരെ നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺ പരിശോധന ഇനിയും തുടരും. ഇന്ദ്രപാലൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഡ്രോൺ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ സിഗ്നലുകൾ ഡീകോഡ് ചെയ്യുന്നു. 2 മണിക്ക് വന്ന ഒടുവിലത്തെ അവരുടെ അപ്ഡേറ്റ് പ്രകാരം അവർ നടത്തിയ പരിശോധനയിൽ 10 പാസുകൾ നടത്തി. പക്ഷേ 10 പാസുകളിൽ ഒരു ഇതിൽ distinct method ഷെഫി സാന്നിധ്യം- നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ 3 സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 3 ഡിസ്റ്റിങ് സ്പോട്ട്സ് വൈഡ്ലി സെപ്പറേറ്റഡ് എന്ന വിവരമാണല്ലോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതാണ് ക്യാബിൻ എന്ന് കണ്ടെത്താൻ അതിനുള്ള പരിശോധന അത് ഏത് തരത്തിലേക്കാണ്? ഇനിയിപ്പോൾ അതാണോ ഏറ്റവും നിർണായകമായി ഈ ഘട്ടത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഐബോർഡ് പരിശോധനയിലൂടെ? അനുജ, ഉറപ്പായിട്ടും അത് തന്നെയാണ് നടക്കുന്നത്. കാരണം ഈ 3 സ്പോട്ടുകളുണ്ട്. ആ 3 സ്പോട്ടുകളിൽ ഏതാണ് ക്യാബിൻ എന്ന് കണ്ടെത്തിയാൽ മാത്രമായിരിക്കും സ്ക്യൂബ സംഘത്തിന് ആ ക്യാബിനിലേക്ക് എത്തിപ്പെടാൻ കഴിയുക. അവിടെയും കടമ്പകളേറെയുണ്ട്. പ്രത്യേകിച്ച് ആ മണ്ണ് നീക്കം അടക്കമുള്ള കാര്യങ്ങൾ ഇത് എത്ര ആഴത്തിലുണ്ട് അത്രയും ചെളിയിൽ പൊതിഞ്ഞിരിക്കുകയായിരിക്കും. പക്ഷെ അതടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ പക്ഷേ ഇപ്പോഴും കൺഫ്യൂഷൻ ആകുന്ന ഒരു തടസ്സമാകുന്നത് 3 സ്പോട്ടുകളിൽ എവിടെയാണ് ക്യാബിൻ എന്നുള്ളത് കണ്ടെത്താൻ കഴിയില്ല. ഈ 3 സ്പോട്ടിലും ഇറങ്ങിയുള്ള പരിശോധന നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ നടക്കില്ല എന്നുള്ളതും നമുക്ക് വ്യക്തമാണ്. കാരണം ഇതിനോടകം തന്നെ ട്രയൽ പരിശോധന നടത്തിയ നേവി സംഘം അവർ പറഞ്ഞത് ഇവർ ഈ പുഴയുടെ ഒഴുക്കടക്കമുള്ള കാര്യങ്ങൾ ഡിങ്കി ബോട്ടുകളിൽ വന്ന് പരിശോധിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഈ ഒഴുക്ക് തിരിച്ചടിയാണ്, അവർക്ക് ഈ ഘട്ടത്തിൽ ഇറങ്ങാൻ കഴിയില്ല എന്നുള്ള വിവരം തന്നെയാണ് അവർ കൈമാറിയത്. ഏതായാലും അങ്ങനെ ഒരു തീരുമാനം നേവി ഇപ്പോൾ എടുത്ത സാഹചര്യത്തിൽ കൂടി ക്യാബിൻ എവിടെ കൃത്യമായി ക്യാബിൻ എവിടെ സ്പോട്ട് ചെയ്യാൻ ഒരു പ്രിസൈസ് ലൊക്കേഷൻ, ഒരു ആക്യുറേറ്റ് ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയാതെ ഇനി സ്ക്യൂബ സംഘം അല്ലെങ്കിൽ അവർ ഡീപ് ഡൈവിന് അവർ തയ്യാറാകില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിൽ അതാണ് നമ്മുടെ അടുത്ത ഘട്ടം, അടുത്ത കടമ്പ എന്ന് പറയുന്നത്. ഈ ക്യാബിൻ എവിടെ എന്ന പരിശോധന നടത്തണം. നിലവിൽ ഇപ്പോൾ 11 പാസുകൾ ഡ്രോൺ പ്രത്യേക സംഘം നടത്തിയിട്ടുണ്ട്. കൂടുതൽ ഡ്രോൺ പരിശോധന നടന്നു വരികയാണ്. അതിൽ കിട്ടുന്ന സിഗ്നലുകൾ അപ്പോൾ ഡീകോഡ് ചെയ്ത് പുതിയൊരു വിവരമുണ്ടെങ്കിൽ നമുക്ക് ഉടനെ അപ്ഡേറ്റ് ചെയ്യാം. അനുജ, അതെ, അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വന്നത്. നദിക്കടിയിൽ നിന്ന് അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചു റെസ്ക്യൂ സംഘം, അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത്. എന്നാൽ ഇതിൽ ക്യാബിൻ എവിടെയാണ്, ഏത് മേഖലയിലാണ് എന്നുള്ളതൊന്നും ഇപ്പോൾ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് സിഗ്നലിൽ നിന്ന് ട്രക്കിന്റെ ക്യാബിൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 3 സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏതാണ് ക്യാബിൻ എന്നുള്ളതിലേക്കുള്ള പരിശോധന അതാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പുഴയിൽ ലോഹ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. കൂടാതെ തടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇന്ന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ്.